ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആളുകൾ എങ്ങനെയൊക്കെ സിനിമ എടുക്കുന്നതെന്നാണ്, അത് ഏതൊക്കെ രീതിയിൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2001 ഒരു സ്പാനിഷ് മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഇൻടാക്റ്റോ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഭാഗ്യത്തെ ബേസ് ചെയ്ത് എടുത്തിട്ടുള്ളൊരു മൂവിയാണ്. അതെന്താണെന്ന് ഈ മൂവി കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അധികമായിട്ടും ഈ സ്റ്റോറിയെ പറ്റി വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. അതിനു മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും. സത്യം പറയില്ല, നിങ്ങൾ ഈ ലൈക്ക് ചെയ്താൽ മാത്രമേ വ്യൂസ് കുറച്ചെങ്കിലും അധികമായിട്ട് പോകത്തുള്ളൂ, മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ എത്തത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു ലൈക്ക് മാത്രം. അത് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. അതുകൊണ്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് നേരെ വീഡിയോയിലേക്ക് പോവുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്തടുത്ത സിനിമകൾ ഇഷ്ടമാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ കഥ കേൾക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഞാനും തയ്യാറാണ്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുന്നത് സ്പെയിനിലാണ്. ഇപ്പോൾ വലിയൊരു മരുഭൂമി, അതിന് നടുവിലായിട്ടുള്ള ഒരു കാസിനോ. ഇപ്പൊ ഈ ഒരു കാസിനോയുടെ അകത്ത് ഒരുപാട് പേര് ബെറ്റ് വെച്ചിട്ടുള്ള ഒരു ഗെയിം ഉണ്ടല്ലോ, അത് കുറെ നേരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഈ മൊട്ടത്തലയനായിട്ടുള്ള ബിസിനസ്സുകാരൻ അയാൾ ഏതൊക്കെ നമ്പറിലേക്ക് ബെറ്റ് ചെയ്ത് വെക്കുന്നു, ഈ ബോൾ കറക്കി വിടുമ്പോഴത്തേക്കും അതേ നമ്പർ തന്നെ അയാൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. സ്ഥിരമായിട്ടും ഓരോ തവണ അങ്ങനെ ചെയ്യുമ്പോഴും അയാൾ അതിലെല്ലാം വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, അയാളുടെ ഭാഗ്യം കൊണ്ട് മാത്രം. ഇപ്പൊ അയാൾ കണ്ടിന്യൂസ് ആയിട്ട് ജയിക്കുന്നത് കൊണ്ട് അടുത്തിരിക്കുന്നവരുണ്ടല്ലോ, അവരെല്ലാവരും നല്ല ടെൻഷൻ ആവുകയാണ്. കാരണം ഇയാൾ ഇപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് നമ്പറിലേക്ക് ബെറ്റ് വെച്ചാലും അതിലെല്ലാം അയാൾക്ക് പണവും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതേ സമയം ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു CCTV വഴി വേറെ ആരോ കാണുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് അടുത്തിരിക്കുന്ന ഒരാൾ അയാളുടെ മുഖത്ത് ഒരു കർച്ചീഫ് കൊണ്ട് പ്രത്യേക രീതിയിൽ തുടയ്ക്കുമ്പോഴത്തേക്കും അത് ഈ ക്യാമറയിലൂടെ ഇവിടെ നിരീക്ഷിക്കുന്ന ആ ഒരാളുണ്ടല്ലോ, അയാൾ കണ്ടിട്ട് പെട്ടെന്ന് വേറൊരാൾക്ക് ഒരു സിഗ്നൽ കൊടുക്കുന്നു. അപ്പോൾ അവനാണെങ്കിലോ പെട്ടെന്ന് റെഡി ആയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു ഗാർഡിനോടൊപ്പം ആ കാസിനോയുടെ അകത്തേക്ക് വരികയാണ്. അപ്പോൾ അകത്തേക്ക് വരുന്ന അവൻ്റെ പേര് ഫെഡറിക്കോ. അപ്പോൾ അവിടെ ആ ഒരു ഗാർഡായിട്ട് വന്നിരിക്കുന്ന അവൻ്റെ പേര് ജെറാഡ് എന്നാണ്. അങ്ങനെ ഫെഡറിക്കോ ഇവിടെ ആ ഒരു ഗെയിം കളിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് വന്നിട്ട് ഇപ്പോൾ നിരന്തരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന അയാളുടെ കയ്യിലേക്ക് പെട്ടെന്ന് തൊടും. അപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഓ സോറി, എനിക്ക് അറിയാവുന്ന ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഫെഡറിക്കോ അവിടെ നിന്ന് മറ്റൊരു ഗെയിമിംഗ് മെഷീൻ ഉണ്ട്, അതിനടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു മെഷീനിൽ എന്തോ ഒരു ഗെയിം കളിക്കുമ്പോഴത്തേക്കും അതിൽ ഫെഡറിക്കോ പൂർണ്ണമായിട്ടും വിജയിക്കുന്നു. അതിൽ നിന്ന് ഒരുപാട് പണവും താഴേക്ക് വീഴുന്നുണ്ട്. ഇതേ സമയം ഫെഡറിക്കോ തൊട്ടല്ലോ ആ ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള എല്ലാ കളിയിലും ജയിക്കുന്ന അയാൾ. ഫെഡറിക്കോ തൊട്ടതിന് ശേഷം അയാൾ വലിയ രീതിയിലൊരു ബെറ്റ് വയ്ക്കുന്നുണ്ട്. പക്ഷെ അതിൽ അയാൾ പൂർണ്ണമായിട്ട് തോറ്റുപോവാണ്. പിന്നീടുള്ള ഓരോ ഗെയിമിലും അയാൾ തോറ്റുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് വേറെ ഒന്നുമല്ല, ഫെഡറിക്കോ അയാളുടെ കയ്യിലേക്ക് തൊട്ടതുകൊണ്ട് അയാളുടെ ഭാഗ്യം ഫെഡറിക്കോയ്ക്ക് കിട്ടി. പകരം അയാളുടെ ഭാഗ്യം ഫെഡറിക്കോ തട്ടിയെടുത്തെന്ന് വേണം പറയാനായിട്ട്. വിശ്വസിക്കാനാവുന്നില്ലല്ലേ, ഒരാളുടെ ഭാഗ്യം എങ്ങനെയാണ് ഒരാൾ തട്ടിയെടുക്കുന്നതെന്നല്ലേ. അപ്പൊ അതാണ് ഈ കഥയിൽ പറയുന്നത്. അതിന്റെ ബേസിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ഈ കഥയിലും കാണാൻ പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ജെറാഡ് ഫെഡറിക്കോയെ കൂട്ടിയിട്ട് ഈ കാസിനോയിൽ തന്നെ ഒരു ബങ്കർ പോലുള്ള സ്ഥലമുണ്ട്, അതിനുള്ളിലെ ഒരു മുറിക്കകത്തേക്ക് ഫെഡറിക്കോയെ കൊണ്ടുപോകുന്നു. ഇപ്പൊ കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് തലയിൽ ഒരു കറുത്ത മാസ്ക് ഇട്ട് വെള്ള വസ്ത്രമെല്ലാം ധരിച്ച ഒരാള് ഫെഡറിക്കോ അകത്ത് കയറിയതിന് ശേഷം ജെറാഡിനെ പുറത്തേക്ക് വിട്ടിട്ട് ജെറാഡ് പുറത്തു പോയെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അയാൾ തന്റെ തലയിൽ ആ ഒരു കറുത്ത തുണിയുണ്ടല്ലോ അത് തന്നെ മാറ്റുന്നത്. അപ്പൊ ഇയാളുടെ പേര് സാമുവൽ എന്നാണ്. ഈ ഒരു കാസിനോ ഉണ്ടല്ലോ, ഇതിന്റെ ഓണറാണ് സാമുവൽ. ഇപ്പൊ അകത്തേക്ക് കയറിയ ഫെഡറിക്കോയോട് സാമുവൽ പറയുന്നുണ്ട്, നിന്നെ മാത്രമേ ഞാൻ എന്റെ മുഖം കാണിക്കാനായിട്ട് അനുവദിക്കത്തുള്ളൂ, മറ്റാരും ഇതുവരെ എന്റെ മുഖം കണ്ടിട്ടില്ല, കാരണം നീ എനിക്ക് സ്പെഷ്യലാണ്. അപ്പോൾ ഫെഡറിക്കോ, ഇല്ല, ഞാൻ ഈ സ്ഥലം വിട്ട് പോവാണ്, എനിക്കിനി ഇവിടെ ഈ ഒരു ജോലി തുടരാനായിട്ട് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ സാമുവൽ പറയും, ഇത് നിന്റെ പെട്ടെന്നെടുത്തുള്ള തീരുമാനമാണോ? അതെ, ദേ ഇപ്പൊ നോക്ക്, എന്റെ ചെസ്റ്റിൽ ചെറിയൊരു വേദനയുണ്ട്, ഞാൻ ഉടനെ തന്നെ മരിച്ചു പോവും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാസിനോ നോക്കി നടത്തേണ്ടത് നീയാണ്. അപ്പോൾ ഫെഡറിക്കോ പറയും, ഇല്ല, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് നേടിയെടുത്തൊരു കാര്യമല്ല, ഇത് മറ്റുള്ളവരെ വെച്ച് നിങ്ങൾ നേടിയെടുത്ത ഒന്നാണ്, അതുകൊണ്ട് ഈ ഒരു സമ്പാദ്യമൊന്നും എനിക്ക് വേണ്ട എന്ന് ഫെഡറിക്കോ പറയുമ്പോൾ സാമുവൽ വീണ്ടും പറയുന്നുണ്ട്, ഒരു വലിയ അപകടത്തിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്തി ഇവിടം വരെ കൊണ്ടുവന്ന് നിന്നെ വളർത്തി വലുതാക്കി നിനക്ക് ഇതുപോലൊരു കഴിവ് തന്നു, ഇതെല്ലാം നിനക്ക് തന്നത് ഞാനാണ്, അതും നിനക്കുള്ള ആ ഒരു പ്രത്യേക ഗിഫ്റ്റ് വരെ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫെഡറിക്കോ പറയും, ഇതെല്ലാം എനിക്ക് ലക്ക് കൊണ്ട് കിട്ടിയതാണ് എന്ന് പറഞ്ഞിട്ട് ഫെഡറിക്കോ തന്റെ തീരുമാനം ഉറച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അതേപോലെ തന്നെ തന്റെ റൂമിൽ വന്നിട്ട് അവന്റെ പെട്ടിയും ബാഗെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ 1-2 ഫോട്ടോസും അതിനുള്ളിലേക്ക് വെക്കുന്നുണ്ട്. ഇതേ സമയം സാമുവലിനെ കാണിക്കുമ്പോൾ സാമുവല് ചെറിയൊരു ഡ്രോയർ തുറന്നിട്ട് അതിനകത്ത് ഒരുപാട് പേരുടെ പോളറോയിഡ് ഫോട്ടോസ് ഉണ്ട്, അത് ഓരോന്നായിട്ട് ശേഖരിച്ചു വെച്ചേക്കുന്നു. അതിന് കാരണം എന്താണെന്ന് ഞാൻ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പറഞ്ഞുതരാം. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫെഡറിക്കോ നേരെ ലിഫ്റ്റിലേക്ക് കയറി
താഴേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ആ ലിഫ്റ്റ് വർക്കാവുന്നില്ല. എന്താണെന്ന് കുറച്ചു നേരം നോക്കി നിൽക്കുമ്പോഴാണ് സാമുവല് കുറച്ച് ദൂരെ നിന്ന് ഫെഡറിക്കയെ അവസാനമായിട്ട് കാണാനായിട്ട് വരുന്നു. അങ്ങനെ നടന്ന് ഫെഡറിക്കയുടെ അടുത്തേക്ക് വന്ന് അവന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് എന്നോട് യാത്ര പറയാതെ പോവാണോ എന്നും പറഞ്ഞ് അവനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് അവന്റെ ചെവിയിൽ എന്തോ ഒരു കാര്യം പറയുന്നത് പോലെ അവനൊരു ഉമ്മയും കൊടുക്കുന്നുണ്ട്. കാരണം അയാൾ കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ, അത് ഫെഡറിക്കോയുടെ കയ്യിൽ നിന്നും അവൻ തിരിച്ചെടുത്തതാണ്. ഇപ്പോൾ ഫെഡറിക്കോയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ട് അവനങ്ങനെ നിൽക്കുന്നതും ഇവിടെ സംഭവിച്ചത് വേറെ ഒന്നുമല്ല. സാമുവൽ എന്ന് പറഞ്ഞ ആ ഒരാൾക്ക് ഒരുപാട് ഭാഗ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ലക്കി ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. വ്യക്തമായിട്ട് പറഞ്ഞുതരാം, സാമുവല് മറ്റുള്ളവരുടെ ഭാഗ്യം മോഷ്ടിച്ചാണ് ജീവിക്കുന്നത്. അതിലൂടെയാണ് അവന് ഇത്രയും ഭാഗ്യമുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുമല്ലോ, ഒരാൾക്ക് ലോട്ടറി അടിക്കുമ്പോഴത്തേക്കും ഓ നിന്റെ ഭാഗ്യം അല്ലെങ്കിൽ നിന്റെ സമയം എന്നൊക്കെ പറയുമല്ലോ. അതേപോലെ ഈ ഒരു ഭാഗ്യത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കഥ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നിർത്താതെ ഒരു കളിയിൽ തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരുന്നാൽ അതെന്റെ ഭാഗ്യം എന്ന് പറയും. അപ്പൊ ആ ഒരു ഭാഗ്യത്തെ സാമുവല് ഇതേപോലെ അടുത്തേക്ക് വന്ന് സാമുവല് തന്റെ കൈ കൊണ്ട് തൊട്ട് അവരെ അടുത്തേക്ക് ചേർത്ത് നിർത്തി ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഗ്യം സാമുവലിന് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നല്ല രീതിയിൽ ഭാഗ്യമുണ്ട്, അയാൾക്ക് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്, അത് കറക്റ്റായിട്ട്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഫോട്ടോ സാമുവൽ എടുത്തു വെച്ചാലും മതി, അയാളുടെ ഭാഗ്യവും സാമുവലിന് കിട്ടും. അപ്പൊ അയാളുടെ ഭാഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാം, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടാം. ഇപ്പൊ അതുപോലെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. നമ്മുടെ ഫെഡറിക്കോ ഈ ഒരു കാസിനോയില് സാമുവലിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. കാരണം സാമുവല് ഫെഡറിക്കോയ്ക്ക് തന്റെ ഗിഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗ്യമുണ്ടല്ലോ, ആ ലക്ക് മറ്റുള്ളവരിൽ നിന്ന് എടുക്കുന്ന ആ ഒരു കഴിവ്, അത് ഫെഡറിക്കോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫെഡറിക്കോ ഈ കാസിനോയിൽ ജയിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് വന്ന് അയാളുടെ കയ്യിലേക്ക് തൊട്ട് അയാളുടെ ഭാഗ്യം ഫെഡറിക്കോ എടുത്തത്. ആ ഭാഗ്യം അയാളുടെ കയ്യിൽ നിന്ന് എടുത്തതുകൊണ്ട് അത്രയും നേരം ജയിച്ചുകൊണ്ടിരിക്കുന്ന അയാള് ആ കളിയിൽ തോൽക്കുകയും ചെയ്തു. അത് നമ്മൾ കണ്ടതാണ്. ഇപ്പോ സാമുവലിനെ വിട്ട് ഫെഡറിക്കോ പോകുന്നത് അറിഞ്ഞതുകൊണ്ടാണ് സാമുവല് ഫെഡറിക്കോയുടെ ആ ഒരു കഴിവുണ്ടല്ലോ അത് അവന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തത്. അപ്പൊ ഇനി ഒരിക്കലും ഫെഡറിക്കോയ്ക്ക് ഭാഗ്യം ഉണ്ടാവത്തില്ല. ഒരു ഭാഗ്യമില്ലാത്ത മനുഷ്യനായിരിക്കും ഫെഡറിക്കോ. ഇപ്പോൾ നിങ്ങൾക്ക് കഥ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഫെഡറിക്കോയെ അവിടെ നിന്ന് കാറിൽ എങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്കാണ് കൂടെ ഇരിക്കുന്നിടത്തും പറയുന്നത് ഇനിയിപ്പോൾ അവനെ തൊട്ടാലും വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫെഡറിക്കയെ കാറിനകത്ത് വെച്ച് നല്ലതുപോലെ ഇടിച്ചിടിച്ച് കാർ ഒരിടത്തേക്ക് നിർത്തിയിട്ട് ഫെഡറിക്കോയെ വലിച്ച് താഴേക്കിട്ട് അവനെ ഒരു ചവിട്ടി അവരവിടെ നിന്ന് കാർ എടുത്തോണ്ട് പോവാണ്. അതേസമയം ഇവിടെ സാമുവലിനെ കാണിക്കുമ്പോൾ സാമുവല് തന്റെ ദേഹമെല്ലാം തുടയ്ക്കുന്ന സമയത്താണ് അവന്റെ കയ്യിൽ എന്തോ ഒരു സീരിയൽ നമ്പർ പച്ച കുത്തിയതായിട്ട് കാണിക്കുന്നത്. ഇതിലൂടെ മനസ്സിലാവുന്നത് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളാണ് സാമുവല്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഒരു 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു കഥ നടക്കുന്നത്. ഇപ്പോൾ കാണിക്കുമ്പോൾ നല്ല പരിക്ക് പറ്റിയ ഒരാള് ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നു. ഇപ്പൊ ഇയാൾക്ക് എന്താണ് സംഭവിച്ചെന്നല്ലേ, ഒരു വലിയ പ്ലെയിൻ ക്രാഷ്, അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാള് ഇവനാണ്. അങ്ങനെ രക്ഷാപ്രവർത്തകരും ബാക്കി എല്ലാ ആളുകളും അവിടേക്ക് വന്നിട്ട് ആ ഒരാളെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. രക്ഷപ്പെട്ട ഒരേ ഒരാള്. അപ്പൊ തന്നെ അയാൾ എത്രയും ലക്കിയാണ്, എത്രയും ഭാഗ്യവാനായിട്ടുള്ള ഒരാളാണെന്ന് നോക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. അവന്റെ പേര് തോമസ്. അതേപോലെ തന്നെ അവന്റെ ഷർട്ടിൽ നിന്നും മറ്റൊരു ഫോട്ടോ കിട്ടുന്നുണ്ട്. അതിൽ അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഫോട്ടോയും കിട്ടുന്നു. അങ്ങനെ തോമസിനെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് അവന്റെ ദേഹം പരിശോധിക്കാൻ വേണ്ടി ഡ്രസ്സെല്ലാം കീറുമ്പോൾ ഒളിപ്പിച്ചു വെച്ച അവസ്ഥയിൽ കുറെ പണം അവന്റെ ദേഹത്ത് കെട്ടിവെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പണം കടത്തിക്കൊണ്ടുപോലോ ആ രീതിയിൽ. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തോമസ് കിടക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിലേക്ക് അവന്റെ ആ ഒരു മുറിയിലേക്ക് ഒരു ലേഡി കയറി വരുന്നു. അവളുടെ പേര് സാറ, ഒരു പോലീസ് ഓഫീസറാണ്. ഇപ്പൊ അകത്തേക്ക് വന്നിട്ട് തോമസ് കുറെ നേരമായിട്ട് അങ്ങനെ തന്നെ കിടക്കുന്നതുകൊണ്ട് അവൻ എഴുന്നേൽക്കുന്നത് വരെ അവൾ അവിടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ കുറെ നേരം ചേറിലിരുന്നിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങുന്നതും തോമസ് കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറക്കുന്നു. എന്നിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ അടുത്തൊരു പെണ്ണിരിക്കുന്ന കണ്ടിട്ട് അവൻ നടന്ന് സാറയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും സാറ പെട്ടെന്ന് ഈ ഒരു ശബ്ദം കേട്ട് അവളുടെ തോക്കെടുത്തിട്ട് അവന്റെ നേർക്ക് ചൂണ്ടും. ഇത് കണ്ട അവനാണെങ്കിലോ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ബാക്കിയുള്ള നേഴ്സുമാരും ഡോക്ടർമാരെല്ലാം വന്ന് അവനെ വീണ്ടും അകത്തേക്ക് കൊണ്ടുപോവാണ്. ഇപ്പൊ അതേ സമയം മറ്റൊരിടത്ത് ഫെഡറിക്കോ ഹൊറേഷ്യോ എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പൊ ഹൊറേഷ്യയുടെ കയ്യിലാണെങ്കിലോ അവന്റെ ഭാര്യയായിട്ട് വഴക്കിട്ട് പിരിഞ്ഞു പോയതില് അവന്റെ കയ്യിൽ 5 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ട് ഇപ്പൊ അവന്റെ ഭാഗ്യം പരീക്ഷിക്കാൻ പോവാണ്. അവന് ഭാഗ്യമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം വേറെ ഒന്നല്ല, അവന് ഭാഗ്യമുണ്ടെങ്കിൽ അവനെ ഫെഡറിക്കോ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും. ഇപ്പൊ അവന് ഭാഗ്യമുണ്ടോ എന്ന് എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്നല്ലേ. ഫെഡറിക്കോ ഒരു ഹൈവേയുടെ മറ്റൊരു വശത്തേക്ക് പോയി നിന്നിട്ട് അവിടെ ഇരുന്ന് ക്യാമറയിൽ ഇത് ഷൂട്ട് ചെയ്യും. അപ്പൊ ഹൊറേഷ്യോ എന്ന് പറഞ്ഞ അവനാണെങ്കിലോ ഹൈവേയുടെ മറുവശത്തേക്ക് വന്ന് അവന്റെ കണ്ണിൽ കറുത്ത തുണി വെച്ച് കെട്ടിയിട്ട് അങ്ങനെ ആ ഒരു ഹൈവേ ക്രോസ് ചെയ്ത് നടക്കാൻ പോവാണ്. കാറൊന്നും ഇടിച്ചില്ലാന്നുണ്ടെങ്കിൽ അവന് ഭാഗ്യമുണ്ട്. അങ്ങനെ ആദ്യത്തെ ഒരു വരി അവൻ ഓടിയെങ്കിൽ ഇപ്പുറത്തേക്ക് വരുന്നതും ഒരു കാറും അവൻ ഇടിക്കുന്നില്ല. പക്ഷേ രണ്ടാമത്തെ ആ ഒരു റോഡിലേക്ക് കയറുമ്പോൾ ഒരു വണ്ടി വന്നിട്ട് അവനെ ഇടിച്ചങ്ങ് തെറിപ്പിക്കുന്നു. അപ്പൊ എന്താണ്, അവനൊട്ടും ഭാഗ്യമില്ല. അവൻ ഇടിച്ചതാണെങ്കിലോ നമ്മുടെ പോലീസുകാരിയായിട്ടുള്ള സാറ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫെഡറിക്കോ അവിടെ ഇരുന്ന് കണ്ടിട്ട് അവന് ഭാഗ്യമില്ല എന്ന് മനസ്സിലായി. അവൻ ആ സ്പോട്ടിൽ തന്നെ മരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഫെഡറിക്കോ തന്റെ ഫ്ളാറ്റിൽ നിൽക്കുമ്പോൾ
അവന്റെ ഫോണിലേക്ക് ഒരു വോയിസ് മെസ്സേജ് വരുന്നു. ആ മെസ്സേജിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ഫ്ലൈറ്റ് ക്രാഷായി, അതിൽ രക്ഷപ്പെട്ട ഒരേ ഒരാള്, അവന്റെ പേര് തോമസ് എന്നാണ്. നിനക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇവിടേക്ക് വരാൻ പറയുന്നതും ഫെഡറിക്കോ അത് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ആയല്ലോ, നമ്മുടെ സാമുവലെ രക്ഷപ്പെട്ട ആ ഒരു ഫ്ലൈറ്റ്, ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലും. ഇപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഫെഡറിക്കയെ വിളിച്ചത് ദേ ഈ പെണ്ണാണ്. എന്താന്ന് വെച്ചാൽ തോമസിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ ഫെഡറിക്കോയ്ക്ക് അവൾ കൊടുക്കും. അതിന് പകരമായിട്ട് അവൻ പണവും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫെഡറിക്കോ നേരെ വരുന്നത് തോമസ് കിടക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിലേക്ക്. ഇപ്പൊ അവിടേക്ക് വരാൻ കാരണം, അവിടെ വരുമ്പോഴത്തേക്കും സാർ അവനെ തടഞ്ഞു നിർത്തിയിട്ട് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണ് വരുന്നത്. ഫെഡറിക്കോ ആ ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടത് കൊണ്ട് അവന് ആ വിമാന കമ്പനി ഇൻഷുറൻസ് തുകയായിട്ട് നല്ലൊരു പണം കൊടുക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവന്റെ കയ്യിൽ നിന്ന് സൈൻ വാങ്ങാനാണ് ഞാൻ വന്നതെന്ന് ഫെഡറിക്കോ കള്ളം പറയും. ഇപ്പൊ സാറ് പറയുന്നത് എന്താന്ന് വെച്ചാല് തോമസിനെ കാണാൻ കഴിയത്തില്ല, അവൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, അവനെ അറസ്റ്റ് ചെയ്തേക്കാണ്. കാരണം അവൻ ഈ ഒരു ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ ഒരിടത്ത് നിന്നും കുറെ പണവും മോഷ്ടിച്ചുകൊണ്ടാണ് വന്നത്. അവന്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയുന്നത് വരെ അവനെ കസ്റ്റഡിയിൽ തന്നെ വെക്കണമെന്ന് പറയുമ്പോൾ ഫെഡറിക്കോ പറയും ഞാൻ ഇപ്പോൾ കണ്ടിട്ട് തന്നെ പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അകത്തേക്ക് വന്നിട്ട് നമ്മുടെ തോമസിനോട് സംസാരിക്കുകയാണ്. ഇപ്പൊ അതിനകത്തുള്ള സെക്യൂരിറ്റി വെളിയിലേക്ക് പോയതുകൊണ്ട് ഫെഡറിക്കോ പറയും നീ ഭയങ്കര ഭാഗ്യവാനായിട്ടുള്ളൊരു മനുഷ്യനാണ്. കാരണം 237 പേരിൽ നിന്നും രക്ഷപ്പെട്ട ഒരേ ഒരാൾ നീയാണ്. അപ്പൊ തന്നെ നിന്റെ ഭാഗ്യം എന്തോരാണെന്ന് നീ മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ വന്നത് നിന്നെ ഇവിടെ നിന്ന് സ്വതന്ത്രനാക്കാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് ഈ ഒരു ഇൻഷുറൻസ് തുക കിട്ടിക്കഴിഞ്ഞാൽ നീ അതെങ്ങനെ ചെലവാക്കും? പക്ഷെ നീ എന്നോടൊപ്പം വന്ന് ഒരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നിന്റെ ലൈഫ് തന്നെ സെറ്റിലാവും. അങ്ങനെയാണെങ്കിൽ നിനക്ക് ജയിലിലേക്ക് പോവേണ്ടി വരത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ തോമസിന് ഇവൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നീ എന്തിനെ പറ്റിയാ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഗാർഡ് അകത്തേക്ക് കയറി വരുന്നതുകൊണ്ട് ഇവർക്ക് വേറൊന്നും സംസാരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഫെഡറിക്കോ അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു സൈനും വാങ്ങി പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. അതേസമയം സാറയെ കാണിക്കുമ്പോൾ അവള് തന്റെ വീട്ടിലിരുന്നിട്ട് തോമസിനെ പറ്റിയുള്ള ആ ഒരു ഫയലും കാര്യങ്ങളൊക്കെ വായിക്കുന്നു. അതേസമയം അവളുടെ ചെസ്റ്റിലായിട്ട് എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്തതിന്റെ പാട്, ഒരു മുറിവ് കാണുന്നുണ്ട്. അതിന്റെ തഴമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത്. അതേസമയം ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ അവിടെ വെളിയിരുന്ന ആ ഒരു സെക്യൂരിറ്റിമാർ കുടിക്കുന്ന കോഫിയിൽ അവരെ മയക്കാനായിട്ടുള്ള എന്തോ ഒരു മരുന്ന് കലക്കിയിട്ട് ഫെഡറിക്കോ നമ്മുടെ തോമസിനെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തി നേരെ വെളിയിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് നമ്മുടെ തോമസിനെ കാറിൽ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയിട്ട് ഫെഡറിക്കോ ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഗെയിം കളിക്കാൻ പോവാണ്, അതിൽ നീ ജയിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാഗ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാന്ന് പറയുമ്പോൾ തോമസ് ചോദിക്കും ഒരു പക്ഷേ ഞാൻ തോറ്റാലേ? ഇല്ല, നീ ഒരിക്കലും തോക്കാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് നിന്നോട് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരേ ഒരു കാര്യം, നീ ഒരിക്കലും എന്നെ തുടരുത്, അതേപോലെ എന്റെ ഫോട്ടോയും എടുക്കരുത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഫെഡറിക്കോ ഒരു അൺലക്കി ആയിട്ടുള്ള മനുഷ്യനാണ്. കാരണം ഭാഗ്യമില്ലാത്ത ഒരാള്. അതുകൊണ്ട് ഫെഡറിക്കോയെ തൊട്ട് കഴിഞ്ഞാല് തോമസിന്റെ ഭാഗ്യവും ആ ഒരു ലക്കും എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് അവന്റെ ഫോട്ടോ എടുക്കരുതെന്നും കൂടാതെ അവന്റെ കയ്യില് തൊടരുതെന്നും. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്ര കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും എത്തുന്നത് ഒരു ചെറിയ ക്യാസിനോയിലേക്കാണ്. അവിടെ എത്തുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു വയസ്സായിട്ടുള്ള ആളുണ്ട്. അയാൾ തോമസിന്റെ ഐഡിയ ചോദിക്കും. അപ്പോൾ ഫെഡറിക്കോ എടുത്ത് കൊടുക്കുന്നതോ ആ ഒരു വിമാന അപകടം നടന്ന സ്ഥലമുണ്ടല്ലോ, ആ ഒരു വീഡിയോ ഫുട്ടേജ്, അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാള് ഇവനാണെന്ന് പറയുന്നതും അതിൽ തന്നെ കാണിക്കുന്നുണ്ട് ആ ഒരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാള് തോമസ് മാത്രമാണ്. അതേപോലെ തന്നെ പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്ത് വെച്ചേ കാണുന്നു. അങ്ങനെ ഇത് കണ്ട ആ ഒരു വയസ്സായിട്ടുള്ള ആള് തോമസിനെ ഒരു മുറിക്കകത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് എന്തോ ഒരു ലിക്വിഡ് പോലെ, ഒരു പേസ്റ്റ് പോലെ എന്തോ ഒരു കാര്യമാണ് അതെടുത്ത് തോമസിന്റെ തലയിലേക്ക് തേക്കാണ്. അതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തോമസിനെ മറ്റൊരു മുറിക്കകത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഈ ഗാംബ്ലിംഗ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ഇരിപ്പുണ്ട്. അത് പണക്കാരായിട്ടുള്ള ആളുകൾ. അവരിപ്പോൾ അവരുടെ പന്തായിട്ട് വെച്ചേക്കുന്നത് അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കാറ്, വീട്, കുതിര, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയാണ്. ഇപ്പൊ തോമസും അവരുടെ മുന്നിലേക്ക് ഇരിക്കുമ്പോൾ നിനക്ക് പന്തായം വെക്കാനായിട്ട് എന്താണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അവന് ആ ഒരു ഫ്ലൈറ്റ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആ ഇൻഷുറൻസ് കമ്പനി കൊടുത്ത ആ ഒരു പണം ഉണ്ടല്ലോ, 25 ലക്ഷം രൂപ, അതാണ് അവന്റെ പന്തായമായിട്ട് അവൻ വെക്കുന്നത്. അപ്പൊ ഈ കൂട്ടത്തിലിരിക്കുന്ന അലക്സാൻഡ്രോ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ട്. അവൻ പെട്ടെന്ന് തോമസിനോട് പറയും ഞങ്ങൾക്ക് നിന്റെ പണമൊന്നും വേണ്ട, പക്ഷെ നിന്റെ വിരലി അത് ഞങ്ങൾ കട്ട് ചെയ്തെടുക്കുമെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന തോമസ് പെട്ടെന്ന് എഴുന്നേറ്റ് പേടിച്ചിട്ട് ഇല്ല, ഈ കളിക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് അവൻ വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഫെഡറിക്കോ വന്നിട്ട് അവനെ തടയുന്നുണ്ട്. ഇല്ല, നീ ജയിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും തോമസിന് അതൊരിക്കലും വിശ്വാസമില്ല. ഇപ്പോൾ ഫെഡറിക്കോ പറയുന്നത് വേറെ ഒന്നുമല്ല, നീയാണ് ആ ഒരു പ്ലെയിൻ ക്രാഷിലെ അത്രയും പേരിൽ നിന്ന് രക്ഷപ്പെട്ടത്. സത്യത്തിലെ നിനക്ക് പ്രത്യേകിച്ചൊരു ലക്ക് ഉള്ളതുകൊണ്ടല്ല, നീ മറ്റുള്ളവരുടെ ഭാഗ്യം മോഷ്ടിച്ചതുകൊണ്ടാണ്. ആ വിമാനത്തിനകത്തിലെ നല്ലവരായിട്ടുള്ള ഒരുപാട് ആളുകളില്ലേ, അവരെല്ലാവരും എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല? പകരം നീ മാത്രം രക്ഷപ്പെട്ടു. അതിന് കാരണം നിനക്ക് ഭാഗ്യമുള്ളത് കൊണ്ടല്ല, നീ മറ്റുള്ളവരുടെ ആ പ്ലെയിനിലിരിക്കുന്ന എല്ലാവരുടെയും ഭാഗ്യം നിനക്ക് കിട്ടിയതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നീ എന്തായാലും ഈ ഗെയിമിൽ ഒരിക്കലും തോക്കത്തില്ല എന്ന് പറഞ്ഞ് തോമസിനെ വീണ്ടും ആ മുറിക്കകത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ തോമസ് ഇപ്പോൾ അതിനകത്തേക്ക് കയറി വരുന്നതും അതിനകത്ത് ഒരാള് പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്.
ബാക്കി ഇവർ 3 പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ 3 പേരും വന്നിരുന്നതിന് ശേഷം 3 പേരുടെ കണ്ണും കറുത്ത തുണി വെച്ച് കെട്ടുകയാണ്. എന്നിട്ട് ആ റൂമിലെ ലൈറ്റ് അങ്ങ് അണയ്ക്കുന്നതും ഇപ്പൊ അവരുടെ മുന്നിലേക്ക് ഒരു പച്ച പ്രാണിയുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ഇതിനെ ഭാഗ്യം കൊണ്ടുവരുന്ന പ്രാണി എന്നൊക്കെ പറയുന്നുണ്ട്. ദേ, ഈ ഒരു പ്രാണിയെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതെങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പറന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഭാഗ്യം വരുമെന്ന് പണ്ടുള്ളവർ പറയാറുണ്ടായിരുന്നു. ഇപ്പൊ അതുപോലെയാണ് ഈ പ്രാണി ആരുടെ ദേഹത്താണോ വന്നിരിക്കുന്നത് അവരാണ് ഏറ്റവും ഭാഗ്യമുള്ള ഒരാള്. അങ്ങനെ അത് കിടന്ന് പറഞ്ഞിട്ട് അവസാനം ഇത് പറന്നു വന്നിരിക്കുന്നതോ നമ്മുടെ തോമസിന്റെ തലയിലേക്ക്. അപ്പോഴും തന്നെ മനസ്സിലാക്കാം അവൻ ഭാഗ്യമുള്ള ഒരാളാണെന്നും അതുകൊണ്ട് ഈ കളിയിൽ അവൻ ജയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർ പന്തായമായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു വലിയ വീടും കാറും ഇനിയിപ്പോൾ നമ്മുടെ തോമസിന് സ്വന്തമാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ സാമുവൽ ഉണ്ടല്ലോ, അയാളെ കാണിക്കുമ്പോൾ ഫെഡറിക്കോ അയാളെ വിളിക്കുകയാണ്. എന്നിട്ട് പറയും, ഞാൻ ഇപ്പോഴും നിങ്ങളോട് കളിക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ സാമുവൽ പറയും, എനിക്ക് ഇത്രയും പ്രായമായി, പക്ഷെ ഞാൻ ഒരിക്കലും മരിക്കില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഫെഡറിക്കോ പറയും, നിങ്ങൾക്ക് അതിനുള്ള സമയമായെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യുന്നത്. ഇതേ സമയം ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ അവിടെ വന്ന് പരിശോധിക്കുന്ന നമ്മുടെ സാറ ഈ പോലീസുകാർക്ക് കുടിക്കാനുള്ള ആ ഒരു കോഫി ഉണ്ടല്ലോ അതിൽ എന്തോ കലക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം അവൾ കണ്ടുപിടിക്കും. അതേസമയം നമ്മുടെ തോമസിനെ ഫെഡറിക്കയും കാണിക്കുമ്പോൾ അവർക്ക് കിട്ടിയ ആ ഒരു കാറുണ്ടല്ലോ അതിൽ അവരിപ്പോൾ വേറെ ഏതൊരു സ്ഥലത്തേക്ക് പോവാണ്. നല്ല സന്തോഷമുണ്ട്. അങ്ങനെ അവരെത്തുന്നതോ ഒരു വലിയ വീട്ടിലേക്ക്. അതും നേരത്തെ കളിച്ച ആ ഒരു ഗെയിമിൽ കിട്ടിയ വീടുണ്ടല്ലോ അതിനകത്തേക്കാണ് രണ്ടുപേരും പോകുന്നത്. അങ്ങനെ രണ്ടുപേരും വീടിനകത്തേക്ക് കയറിയിട്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്ക് നമ്മുടെ തോമസ് അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള അന്നയുണ്ടല്ലോ, ആ ഫോട്ടോയിൽ കണ്ട മറ്റൊരു പെണ്ണ്, അവളെ വിളിക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഞാൻ ജീവിച്ചിരിപ്പോണ്ട് നീ എവിടെയാണ്, ഓക്കെ ആണെന്നല്ല ചോദിക്കുമ്പോൾ അവൾ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും അവളുടെ വീട്ടിൽ പോലീസുകാരുണ്ട് നമ്മുടെ തോമസിനെ ട്രാക്ക് ചെയ്ത് പിടിക്കാൻ വേണ്ടി. ഇപ്പൊ അവൻ എവിടെ നിന്നാണ് വിളിച്ചത് എന്നുള്ള ആ ഒരു ലൊക്കേഷൻ ഇവർ ട്രാക്ക് ചെയ്തിട്ട് ഇപ്പൊ തോമസും ഫെഡറിക്കോയും ആ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ പോലീസുകാർ രാത്രിയിൽ തന്നെ ആ ഒരു വീട് കണ്ടുപിടിച്ച് അവിടേക്ക് വരുന്നു. ഇപ്പോൾ രക്ഷപ്പെടണമല്ലോ, അതുകൊണ്ട് രണ്ടുപേരും ആ ഒരു വീടിന്റെ പിറകു വശം വഴി അങ്ങനെ ഓടുകയാണ്. ഓടി ഓടി വലിയൊരു കമ്പി വേലിയുണ്ട്, അത് നമ്മുടെ തോമസ് ചാടി അങ്ങ് അപ്പുറത്തേക്ക് വരും. ഫെഡറിക്കോ വയസ്സായതുകൊണ്ട് അവന് പെട്ടെന്നത് ചാടാൻ കഴിയത്തില്ല. അപ്പോൾ തോമസ് നേരെ മുകളിലേക്ക് വന്നിട്ട് ഓക്കെ എന്റെ കൈ പിടിക്കും മുകളിലേക്ക് വരാൻ പറയുമ്പോൾ ഫെഡറിക്കോ അവന്റെ കൈയിലേക്ക് തൊടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. ഫെഡറിക്കോ അറിയില്ല ഞാൻ തൊടത്തില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ പോലീസും അടുത്ത് വരാറായി. അതുമല്ല പോലീസുകാരാണെങ്കിലോ ആ പോലീസ് നായയെ അഴിച്ചുവിടും. ഇതുകൂടി കാണുന്ന തോമസിന് വേറെ വഴിയില്ലാതെ നമ്മുടെ ഫെഡറിക്കോയുടെ ദേഹത്ത് പിടിച്ചിട്ട് അങ്ങനെ വലിച്ചെടുത്ത് അവനെ നേരെ താഴേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ താഴെ വീണ് രണ്ടുപേരും ഉരുണ്ടുണ്ട് അടുത്തുള്ള കാട്ടിലേക്ക് വന്ന് വീഴും. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്കാണ് ഫെഡറിക്കോ തോമസിനോട് പറയുന്നത്, ദേ ഇനി ഒരു തവണ കൂടി എൻ്റെ ദേഹത്തേക്ക് നീ കൈ വെച്ചു പോരുത്, അത് നീ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറയും. അതിന് കാരണം വേറെ ഒന്നല്ല, നമ്മുടെ തോമസിന്റെ ആ ഒരു ഭാഗ്യം അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇവർ രണ്ടുപേരും ആ ഒരു കാറും എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് പോകും. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഫെഡറിക്കോ തോമസിനോട് ചോദിക്കുന്നത്, അല്ല നീ ഇന്നലെ നിന്റെ ഗേൾഫ്രണ്ടിനെ വിളിക്കാൻ നേരത്ത് എന്നോടൊരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കിയാലേ. ഇപ്പൊ നമുക്ക് ആ ഒരു വീട് നഷ്ടപ്പെട്ടു. ശരി, നിന്റെ ഗേൾഫ്രണ്ട് എന്തുകൊണ്ട് ആ ഒരു ഫ്ലൈറ്റിൽ വന്നില്ല എന്ന് അവൻ ചോദിക്കുമ്പോൾ തോമസ് പറയും, അവൾക്ക് ആ ഒരു ഫ്ലൈറ്റ് മിസ്സായിപ്പോയി എന്ന് പറയുന്നതും ഇപ്പോൾ ആ ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റിൽ അവൾ മരിക്കേണ്ടതായിരുന്നു. പക്ഷെ അവളുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവൾ ആ ഒരു ഫ്ലൈറ്റിൽ കയറാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഗേൾഫ്രണ്ട് അന്നയുണ്ടല്ലോ അവൾക്കും ഭാഗ്യമുണ്ടെന്നുള്ള കാര്യം ഫെഡറിക്കോയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഭാഗ്യമില്ലാന്നുണ്ടെങ്കിൽ അവൾ ഇപ്പോഴേ മരിച്ചേനെ ആ ഒരു ഫ്ലൈറ്റ് കിട്ടിയിട്ട്. അതുമല്ല ഉടനെ തന്നെ ഇവർ രണ്ടുപേരും ആ വീടിന്റെ ഓണറായിട്ടുള്ള അലക്സാണ്ടർ ഉണ്ടല്ലോ അവനാണ് ബെറ്റ് വെച്ച് ആ വീട് നഷ്ടപ്പെട്ടത്. ഇപ്പൊ അവനോട് ഈ കാര്യങ്ങൾ വിളിച്ച് പറയുന്നതും അലക്സാണ്ടറോ നേരെ ആ ഒരു വീടിന്റെ പിറകിലേക്ക് ചെന്നിട്ട് അതിന്റെ ഒരു ജനാലയുണ്ട് അത് കൈ കൊണ്ട് ഇടിച്ചങ്ങ് തകർക്കും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സാറ നേരെ അലക്സാണ്ടറിനെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് വരികയാണ്. എന്താണെന്ന് വെച്ചാൽ തോമസും ഫെഡറിക്കോയും ഇന്നലെ താമസിച്ചത് ഇവന്റെ വീട്ടിലാണല്ലോ. ഇവരെ ട്രാക്ക് ചെയ്ത് പോയപ്പോഴത്തേക്കും അത് അലക്സാണ്ടറിന്റെ വീടാണെന്ന് പോലീസുകാർ കണ്ടുപിടിക്കുകയും ചെയ്തു. അങ്ങനെ അലക്സാണ്ടറിനെ സാറ വന്ന് കണ്ടിട്ട് അവനൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കും. അത് കഴിഞ്ഞ് പോലീസുകാർ ഒന്ന് പരിശോധിക്കുമ്പോൾ ഇവർ പറയും, ഇത് ഇന്നലെ കള്ളന്മാരെങ്ങോട്ടോ വീട്ടിലേക്ക് കയറാൻ ശ്രമിച്ചതാണ്, ദേ ജനാല തകർത്തത് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ സാറ ഒരിക്കലും അത് വിശ്വസിക്കത്തില്ല. അപ്പോൾ പോലീസുകാരും ബാക്കി എല്ലാവരും ഇതെല്ലാം കേട്ടിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സാറ മാത്രം അലക്സാണ്ടറിനെ ഫോളോ ചെയ്തു പോകും. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അവളുടെ കയ്യിൽ ആ ഒരു പൊട്ടിയ കണ്ണാടി ചില്ലുണ്ടല്ലോ അതിന്റെ ചെറിയൊരു പീസ് ഇരിക്കുന്നു. ഇതിപ്പോൾ അവളുടെ കയ്യിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അലക്സാണ്ടറിന് ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോഴത്തേക്കാണ് അവന്റെ കയ്യിൽ നിന്നും ഈ പീസ് ഇവളുടെ കയ്യിലേക്ക് പറ്റിയത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ജനാല തകർത്തതേ അലക്സാണ്ടറാണ്. അതുകൊണ്ട് അലക്സാണ്ടറിനെ നല്ലതുപോലെ അവൾ സംശയിച്ചിട്ട് അവനെ വീണ്ടും ഫോളോ ചെയ്തു പോകും. അവസാനം അലക്സാണ്ടർ ഒരിടത്തേക്ക് വന്ന് കാർ നിർത്തുമ്പോൾ സാറയും അവനോടൊപ്പം തന്നെ വന്ന് ഇപ്പൊ അവനോട് പറയും, ഇപ്പൊ എനിക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി, നീ ആരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. നിന്റെ വീട്ടിലെ ആ ഒരു ജനാല തകർത്തത് നീ തന്നെയാണ്, അതുകൊണ്ട് നിന്നെ ഇപ്പോൾ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാണ് എന്നും പറഞ്ഞ് അവന്റെ കയ്യിൽ വിലങ്ങിടാൻ നേരത്ത് അവനാണെങ്കിലും നമ്മുടെ സാറയെ ഒരു ഒറ്റയിടി. അങ്ങനെ സാറയെ ഇടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ
സാറ അലക്സാണ്ടറെ പിടിച്ചു വെച്ച് നല്ലതുപോലെ ഇടിച്ചിട്ട് അവനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അപ്പോഴാണ് അലക്സാണ്ട്രോ മറ്റൊരു കാര്യം പറയുന്നത്. നിന്റെ ഭർത്താവും കുട്ടി എങ്ങനെയാണ് മരിച്ചതെന്ന് എനിക്കറിയാം. ആ ഒരു അപകടത്തിൽ രക്ഷപ്പെട്ട ഒരേ ഒരാൾ നീ മാത്രമാണ്. അതുകൊണ്ട് നിനക്ക് ഭാഗ്യമുണ്ട്. അതുകൊണ്ട് തോമസ് അടുത്തായിട്ട് പോകുന്ന ആ ഒരു സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയാം. അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ ഭാഗ്യം വെച്ച് കളിക്കണം എന്ന് പറയുന്നതും ഇത് കേട്ട സാറ അതിന് സമ്മതിക്കും. എന്നിട്ട് സാറ അലക്സാണ്ട്രോ നേരെ അവളുടെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പൊ അവിടേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾ തയ്യാറെടുക്കുമ്പോഴത്തേക്കും അലക്സാണ്ട്രോ അവിടെ ഇരുന്നിട്ട് അവിടെ വലിയൊരു പെയിന്റിംഗ് ഉണ്ട്. ആ പെയിന്റിങ്ങിൽ നോക്കിയിട്ട് സാമൂലുണ്ടല്ലോ അയാളെ പറ്റിയുള്ള കാര്യം പറയും. ഇതുപോലെ ഏതോ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നാണ് അയാൾ രക്ഷപ്പെട്ടതെന്നും മറ്റുള്ളവർ പറയുന്നത് അയാൾ വേറൊരാളെ തൊട്ട് കഴിഞ്ഞാൽ അയാളുടെ ഭാഗ്യം നഷ്ടപ്പെടുമെന്നാണ്. അങ്ങനെ മറ്റുള്ളവരുടെ ഭാഗ്യം വെച്ചാണ് സാമൂല് ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവന് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു അപകടമോ അവനൊരിക്കലും സംഭവിക്കത്തില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് സാറ പെട്ടെന്ന് അവളുടെ മൈൻഡ് മാറിയിട്ട് അവളുടെ ഭർത്താവും കുട്ടിയായിട്ട് പോകുമ്പോഴത്തേക്കും സംഭവിച്ച ആ ഒരു ആക്സിഡന്റ് ഉണ്ടല്ലോ അതിനെ പറ്റിയുള്ള കാര്യം അവൾ ആലോചിച്ച് നോക്കുന്നു. ആ ഒരു ആക്സിഡന്റിൽ രക്ഷപ്പെട്ട ഒരേ ഒരാള് അവൾ മാത്രമായിരുന്നു. അതുകൊണ്ട് അവൾക്കൊരു ഭാഗ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് അലക്സാണ്ട്രോ അവളെയും കൂട്ടി നേരെ പോകുന്നത് ആ ഒരു കാസിനോയിലേക്ക്. എവിടെയാണ് ഇതിനു മുന്നേ നമ്മുടെ തോമസ് ഫെഡറിക്കോയും വന്ന ഒരു കാസിനോ ഉണ്ടല്ലോ അവിടേക്ക്. ഇപ്പൊ അയാളുടെ അടുത്തേക്ക് വരുമ്പോൾ സാറയുടെ ID കാർഡ് ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു കാർ ആക്സിഡന്റ് ഡീറ്റെയിൽസ് ആണ് അയാൾക്ക് കൊടുക്കുന്നത്. കാരണം അവൾക്ക് ഭാഗ്യമുള്ള ഒരാളാണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അയാൾ ID എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ചോദിക്കുന്നത്. അപ്പൊ ഇവരെങ്ങനെയാണ് ഭാഗ്യവാന്മാരായത് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് കൊടുക്കേണ്ടത്. എന്നാലേ ഈ ഒരു ഗെയിമിൽ പങ്കെടുക്കാൻ കഴിയൂ. അതുമല്ല അവൾ ബെറ്റായിട്ട് വെക്കുന്നതോ അവളുടെ റൂമിലിരിക്കുന്ന ആ ഒരു വില കൂടിയ പെയിന്റിങ്ങും. ഇപ്പൊ അതേസമയം തോമസിനെ ഫെഡറിക്കോയും കാണിക്കുമ്പോൾ ഇവര് രണ്ടുപേരും ആ ഒരു ഗെയിം കളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ തോമസ് ചോദിക്കും, അല്ല എന്നെ വെച്ചെന്തിനാ നിങ്ങൾ കളിക്കുന്നത്, നിങ്ങൾക്ക് കളിച്ചൂടെയും ചോദിക്കുമ്പോൾ ഫെഡറിക്കോ പറയും, എനിക്ക് ആ ഒരു ലക്കില്ല. കാരണം എന്റെ ലക്ക് നഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ വേറെ ഒരു സാധാരണ മനുഷ്യനാണ്. അതുകൊണ്ട് എന്നെ കൊണ്ട് ഒരിക്കലും ആ ഗെയിം കളിക്കാൻ കഴിയത്തില്ല. അതേസമയം ഇവിടെ സാറേനെയും അലക്സാണ്ടറിനെയും കാണിക്കുമ്പോൾ ഇവര് രണ്ടുപേരും വേറെ ഏതൊരു മുറിക്കകത്തേക്ക് വരാണ്. എന്നിട്ട് അവിടെ കുറെ നേരം ഇരിക്കുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് റൂമുണ്ട്. അതിനകത്ത് ഒരു 5 പേര് വരി വരിയായിട്ട് വന്നിരിക്കുന്നു. ഇപ്പൊ അവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അവർക്ക് ആരുടെ ഭാഗ്യമാണ് വേണ്ടത് എന്ന് അവർ തന്നെ ചൂസ് ചെയ്യണം. അപ്പോൾ ഓരോരുത്തരും അവർക്ക് ആരെയൊക്കെയാണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് ആ ഒരു ഗ്ലാസിനടുത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ ഫോട്ടോ എടുക്കും. അങ്ങനെയാണെങ്കിൽ അവരുടെ ആ ഒരു ലക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യം അത് ഇവർക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ സാറയും അതിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ സെലക്ട് ചെയ്യുന്നു. അവന്റെ ഫോട്ടോ എടുക്കും. ഇപ്പൊ ഇതെല്ലാം നമ്മുടെ സാറ് ചെയ്യേണ്ടത് തോമസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് വേറെ വഴിയില്ലാതെയാണ് അവൾ ഇത് ചെയ്യുന്നത്. ഇപ്പൊ ബാക്കിയുള്ള എല്ലാവരും നിർത്തിയിട്ട് അലക്സാണ്ടർ പറയും, ഓക്കെ നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന ആ ഒരു തുണി എടുത്ത് നിന്റെ കണ്ണിൽ കെട്ടണം. ഇതേ ഒരു ഗെയിമിന് വേണ്ടിയിട്ടാണ്, നീ കളിച്ചേ മതിയാവുള്ളെന്ന് പറയുമ്പോൾ സാറ അതുപോലെ തന്നെ ആ ഒരു തുണി എടുത്ത് കെട്ടും. അങ്ങനെ എല്ലാവരും കണ്ണിലെ തുണിയും കെട്ടിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ തോമസും ഫെഡറിക്കയും കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് തോമസ് ഒന്ന് സെലക്ട് ചെയ്യുന്നതോ അതിൽ അവസാനമായിട്ട് ഒരു ലേഡി ഉണ്ട്, അവളെ. അങ്ങനെ അവളെ വിളിച്ചിട്ട് നേരെ വെളിയിലേക്ക് വന്ന് ആദ്യം ഇവരുടെ കയ്യില് ഒരു ഡൈസ് ഉണ്ട്, അതെടുത്തൊരു ബോർഡിലേക്ക് ഇടും. അതിൽ എത്രയൊക്കെ നമ്പറാണ് വരുന്നത് അത് ഈ ഒരു ഗെയിം ഓർഗനൈസ് ചെയ്യുന്ന അയാളുണ്ടല്ലോ അയാൾ വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ ആരുടെ ഭാഗ്യമാണ് ഇവർ എടുക്കേണ്ടത് അവരുടെ അടുത്തേക്ക് വന്ന് അവരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അവരുടെ മുഖത്തിന്റെ അടുത്തേക്ക് ഇവരുടെ മുഖം ചേർത്ത് വയ്ക്കും. അങ്ങനെയാണെങ്കിൽ അവരുടെ ഭാഗ്യം ഇവരിലേക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ നമ്മുടെ തോമസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ സാറ അവൾ സെലക്ട് ചെയ്ത ആ ഒരാളുണ്ടല്ലോ അയാളുടെ അടുത്തേക്ക് വന്ന് അയാളുടെ ദേഹത്തെല്ലാം തൊട്ടിട്ട് അങ്ങനെ മുഖം അടുത്തേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഇവൾക്ക് പെട്ടെന്ന് അവളുടെ ഭർത്താവിന്റെ ഓർമ്മ വരും. അതുമല്ല ഓർമ്മ വന്നതിന് ശേഷം അവൾ എന്താ ചെയ്തെന്നറിയോ, പെട്ടെന്ന് അവനെ അങ്ങ് ഉമ്മ വയ്ക്കും. ഇത് അവിടെ നിൽക്കുന്ന ആരും പ്രതീക്ഷിക്കത്തുമില്ല. അങ്ങനെ ഉമ്മ വെച്ചതിന് ശേഷം പെട്ടെന്ന് അവളുടെ കണ്ണിലെ ആ ഒരു കെട്ടഴിച്ച് മാറ്റിയിട്ട് അവൾക്ക് തെറ്റുപറ്റിയെന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ തോമസ് അവിടെ നിൽക്കുന്നു. ഓടി വന്ന് തോമസിന്റെ മുഖത്തുള്ള ആ ഒരു കെട്ടു അഴിച്ചു മാറ്റി, ഇപ്പോൾ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാണെന്ന് പറയുന്നതും ആ ഗെയിം നടത്തുന്ന അയാള് സാറയുടെ പുറകിലൂടെ വന്നിട്ട് അവളുടെ തലയിലേക്ക് ഒരു ഒറ്റയടി അവളുടെ ബോധം പോയി താഴെ വീഴും. എന്നിട്ട് ബാക്കിയുള്ളവരോട് പറയും, സോറി ഈ ഗെയിം ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഈ കളി പൂർത്തിയാക്കാൻ കഴിയാതെ എല്ലാവരും അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഇപ്പോൾ നമ്മുടെ തോമസും ഫെഡറിക്കോയും രക്ഷപ്പെട്ടു പോയി. കുറച്ചു കഴിഞ്ഞിട്ടാണ് സാറയ്ക്ക് ബോധം വരുമ്പോഴത്തേക്കും അലക്സാണ്ടറോ അവിടെ നിന്നിട്ട് അവളുടെ വയറിലേക്ക് ഒരു ഒറ്റയടി. എന്നിട്ട് പറയും, നീ കാരണം ഇപ്പൊ ഈ ഒരു ഗെയിം ഇവിടെ വെച്ച് നഷ്ടമായി, നീയാണ് ഈ ഒരു ഗെയിം നശിപ്പിച്ചത് എന്നും പറഞ്ഞ് അവളുടെ ചെസ്റ്റിലുള്ള ആ ഒരു മുറിവിന്റെ പാടുണ്ടല്ലോ അതെന്താണെന്നറിയാൻ വേണ്ടി അവളുടെ ഡ്രസ്സ് അങ്ങ് വലിച്ചു വരും. എന്നിട്ട് ആ ഒരു മുറിവ് നോക്കിയിട്ട് നിനക്ക് ഈ ഗെയിം കളിക്കാനായിട്ട് അവകാശമില്ല എന്നും പറഞ്ഞ് അവൻ അവളുടെ കയ്യിലുള്ള ആ ഒരു പൊളറോയിഡ് ഫോട്ടോ ഉണ്ടല്ലോ അതും എടുത്ത് അവിടെ നിന്ന് പോവാണ്. ഇവിടെ ഫെഡറിക്കോയെയും തോമസിനെ കാണിക്കുമ്പോൾ തോമസ് ആ ഒരു ലേഡിയുടെ ഫോട്ടോ വെച്ചിട്ട് ചോദിക്കും, അല്ല ഈ ഫോട്ടോ വെച്ച് ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ആ ഫോട്ടോ നീ കളയാതെ വെച്ചേക്ക്. ആ സ്ത്രീയുടെ ഭാഗ്യം ഇപ്പോൾ നിന്റെ കയ്യിലാണ്, അവൾക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതേപോലെ തന്നെ ഒരുപാട് പേരുടെ ഫോട്ടോ നിന്റെ കയ്യിലുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും ഭാഗ്യം നിനക്ക് കിട്ടും. ഇപ്പോൾ വെറുതെ ഒരാളുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഭാഗ്യം കിട്ടുമെന്നല്ല, ഇതുപോലെ എന്തെങ്കിലും ലക്കുള്ള ഒരാളായിരിക്കണം. എന്തെങ്കിലും ഒരു ഇൻസിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടതോ
അല്ലെങ്കിൽ ലക്കില് വിജയിച്ചതോ ഇങ്ങനെയുള്ള ആളുകളുടെ ലക്ക് മാത്രമേ ഇവർക്ക് എടുക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോഴത്തേക്കും തോമസിന് അത് മാത്രം അംഗീകരിക്കാൻ കഴിയത്തില്ല. കാരണം മറ്റൊരാളുടെ ഭാഗ്യം ഇവരെടുക്കുമ്പോഴത്തേക്കും അവർക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാലോ. പക്ഷെ ഇവന് വേറെ വഴിയില്ല, ഇത് ചെയ്തേ മതിയാവൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും കാർ ഓടിച്ചിട്ട് വേറെ എവിടേക്കോ പോവാണ്. പക്ഷെ തോമസ് ആണെങ്കിൽ കാറിൽ കിടന്ന് നല്ല ഉറക്കം. ഫെഡറിക്കോ എന്താ ചെയ്യുന്ന വെച്ചാൽ അവന്റെ ബാഗ് പതിയെ തുറന്നിട്ട് അതിനകത്തുള്ള അവന്റെ കാമുകിയായിട്ടുള്ള അന്ന ഉണ്ടല്ലോ, അവളും തോമസായിട്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ അവൻ അറിയാതെ എടുത്ത് ഓടിപ്പിച്ചങ്ങ് വയ്ക്കും. കാരണം അന്നയ്ക്കും ഒരു ഭാഗ്യമുണ്ട്, അവളും ആ ഒരു പ്ലെയിൻ ക്രാഷിൽ നിന്ന് രക്ഷപ്പെട്ടതാണല്ലോ. അവളുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവള് ആ ഒരു പ്ലെയിൻ അവൾക്ക് നഷ്ടപ്പെട്ടത്. ഇപ്പൊ അതേ സമയം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ കാർ ഓടിച്ചുകൊണ്ട് വരുന്നതോ ഒരു വലിയ കാടിനുള്ളിലേക്ക്. അവിടെ വരുമ്പോഴത്തേക്കും ജെറാഡ് എന്ന് പറഞ്ഞിട്ട് സാമുവലിന്റെ ആ ഒരു സഹായി അവിടെ നിൽക്കുന്നു. അപ്പൊ അവിടെ അലക്സാൻഡ്രോ വന്നിട്ടുണ്ട്. അലക്സാൻഡ്രോ ഇപ്പൊ തന്റെ കയ്യിലുള്ള 3 പേരുടെ ഫോട്ടോ, അതും ഇന്നലത്തെ ആ ഒരു ഗെയിമില് അവരെടുത്തല്ലോ. ഇപ്പൊ അലക്സാൻഡ്രോ തന്റെ കയ്യിലുള്ള 3 പേരുടെ ഫോട്ടോയാണ് ജെറാഡിന്റെ കയ്യിൽ കൊടുക്കുന്നത്. കാരണം ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി. ഇപ്പോൾ ഈ ഒരു ഗെയിമും കൂടി പൂർത്തിയാക്കിയാലേ ഇതിൽ ജയിക്കുന്ന ആൾക്ക് സാമുവലിന്റെ അടുത്തേക്ക് എത്താൻ കഴിയത്തുള്ളൂ. അവിടെ എത്തിയതിനു ശേഷം ഇവർക്ക് വേറെ എന്തോ ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പൊ അതേ സ്ഥലത്തേക്ക് നമ്മുടെ ഫെഡറിക്കോയും തോമസ് വരുന്നു. ഇപ്പൊ തോമസ് നടന്ന് മുന്നിലേക്ക് പോകുന്നതും ഫെഡറിക്കോ അവന്റെ കാമുകിയുടെ ഫോട്ടോ മാത്രം അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി ജെറാഡിന്റെ കയ്യിൽ കൊടുക്കും. ഇപ്പോൾ തോമസ് കളിക്കാൻ പോകുന്നത് തന്റെ കാമുകിയുടെ ഭാഗ്യം വെച്ചിട്ടാണ്. അത് നമ്മുടെ തോമസിന് അറിയത്തുമില്ല. അങ്ങനെ ഫെഡറിക്കോ അവനോട് കള്ളം പറഞ്ഞിട്ട് ഇപ്പോ ആ കാടിന് നടുവിലേക്ക് ഇവരെ കൊണ്ടുപോകും. അവിടെയാണെങ്കിൽ ഒരുപാട് മരങ്ങളുണ്ട്. ഇപ്പൊ തോമസിന്റെ കൈ പിറകിൽ വെച്ച് കെട്ടും. അതേപോലെ തന്നെ അവന്റെ കണ്ണും ഒരു കറുത്ത തുണി ഉപയോഗിച്ച് കെട്ടിയിട്ട് ഇപ്പൊ അലക്സാൻഡ്രോ, തോമസ്, അതേപോലെ തന്നെ ബാക്കി 3 പേര്, ഒരു സ്ത്രീ, വയസ്സായിട്ടുള്ള ഒരാള്, പിന്നെ ഒരു ചെറുപ്പക്കാരൻ, ഇവരെല്ലാവരെയും ഇതുപോലെ പുറകിൽ കൈയും കെട്ടിയിട്ട് അവരുടെ കണ്ണും കെട്ടി ഈ കാടിനുള്ളിലൂടെ ഓടണം. ഇങ്ങനെ ഓടി ഓടി ഒരു മരത്തിൽ ഇടിക്കാതെ അവസാനം എത്തുന്നത് ആരാണോ അവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ, ഈ ഗെയിമിൽ ജയിക്കാൻ പോകുന്നതും. അങ്ങനെ എല്ലാവരും നല്ല വേഗതയിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നു. അതിലാണെങ്കിൽ ചിലര് ആ മരത്തിലിടിച്ച് താഴേക്ക് വീഴുന്നുണ്ട്. ഇപ്പൊ ബാക്കിയുള്ളത് 4 പേര്. അങ്ങനെ ഓടുമ്പോഴത്തേക്കും അതില് വീണ്ടും 2 പേര് ഓരോ മരത്തിലിടിച്ചങ്ങ് താഴെ വീഴും. അതിലൊരുത്തന്റെ കാലിലാണെങ്കിലോ വലിയൊരു മരക്കമ്പ് തറച്ചങ്ങ് കയറും. അവൻ അലറി വിളിക്കുന്നതും ഇപ്പോൾ നമ്മുടെ അലക്സാൻഡ്രോയും തോമസും മാത്രമാണ് ബാക്കിയുള്ളത്. 2 പേരും നല്ല വേഗതയിൽ ഓടി അവസാനം നമ്മുടെ തോമസ് ജയിക്കുമെന്ന് വിചാരിക്കുമ്പോൾ തോമസിന് ഭാഗ്യമില്ലാന്ന് തോന്നുന്നു. അവന്റെ ഭാഗ്യം എങ്ങനെ നഷ്ടപ്പെട്ടു. എന്താന്ന് വെച്ചാൽ അവനൊരു മരത്തിലിടിച്ച് താഴെ വന്ന് വീഴുന്നു. ഇതിൽ വിജയിച്ചതോ നമ്മുടെ അലക്സാൻഡ്രോ. കാരണം അവന്റെ കയ്യിൽ 3 പേരുടെ ഭാഗ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ജയിച്ചത്. ഇപ്പൊ തോമസ് തോറ്റതുകൊണ്ട് ഫെഡറിക്കോയ്ക്ക് നല്ല ദേഷ്യം വന്ന് ഫെഡറിക്കോ തോമസിനെയും കളഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ ഫെഡറിക്കോ തന്റെ മൂക്കെല്ലാം പൊട്ടി അവസാനം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണമല്ലോ. അതുകൊണ്ട് അലക്സാണ്ടറിനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ആ വണ്ടി തടഞ്ഞിട്ട് ഇവരോട് ചോദിക്കും, എന്നെ ഒന്ന് റോഡിലേക്ക് ആക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ശരി കയറിക്കോ എന്ന് പറഞ്ഞിട്ട് തോമസ് ഇപ്പൊ ആ ഒരു കാറിലേക്ക് കയറി തോമസിനെയും കൊണ്ട് അവർ പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പിറകിലിരിക്കുന്ന ആ ഒരു പെട്ടി, അതിലെന്താണെന്ന് അറിയാൻ വേണ്ടി തോമസ് പതിയെ ആ ഒരു പെട്ടി തുറന്ന് അതിനകത്ത് നിന്ന് ഇവർ കാണാതെ പതിയെ ഒരു കവർ പുറത്തേക്ക് എടുക്കും. ഇപ്പൊ ആ ഒരു കവറിനുള്ളിൽ 1-2 പേരുടെ ഫോട്ടോ ഉണ്ട്. എടുത്തു നോക്കുമ്പോഴാണ് അവന്റെ കാമുകിയായിട്ടുള്ള അന്നയുണ്ടല്ലോ, അവളുടെ ഫോട്ടോയും ഉണ്ട്. ഇത് കണ്ട തോമസ് പെട്ടെന്ന് ഹേയ് ഇവളുടെ ഫോട്ടോ വെച്ച് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജെറാഡ് ഉണ്ടല്ലോ തോമസിന്റെ നേർക്ക് ഒരു തോക്ക് ചൂണ്ടിയിട്ട് മര്യാദയ്ക്ക് പുറത്തിറങ്ങിക്കോ എന്ന് പറഞ്ഞ് തോമസിനെ വെളിയിലേക്ക് പറഞ്ഞു വിടുന്നു. വേറൊന്നുമല്ല, അലക്സാണ്ടറിന്റെ കയ്യില് ഇപ്പൊ അന്നയുടെ ഭാഗ്യം കൂടിയുണ്ട്. അത് വെച്ചിട്ടാണ് അവൻ ഇനി ബാക്കി ഗെയിം കളിക്കാൻ പോകുന്നത്. അപ്പൊ അവളുടെ ഭാഗ്യം കൂടി ആ ഗെയിമിലെ അവൻ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ നമ്മുടെ അലക്സാൻഡ്രോ ആ ഒരു അവസാന ഗെയിമിന് വേണ്ടി ഒരു വൈറ്റ് ഡ്രസ്സെല്ലാം എടുത്തിട്ട് നല്ല ടെൻഷനുണ്ട്. അതേസമയം ഇവിടെ അന്നയെ കാണിക്കുമ്പോൾ അന്ന അവളുടെ അപ്പാർട്ട്മെന്റിൽ നല്ല സമാധാനമായിട്ട് കിടക്കുകയാണ്. അങ്ങനെ അലക്സാൻഡ്രോ ഇപ്പോൾ പതിയെ ആ ഒരു റൂമിനകത്തേക്ക് കയറി വരുന്നത് അതിനകത്ത് തലയിലെ കറുത്ത തുണിയിട്ട് സാമുവലിരിക്കുന്നു. ഇതേ സമയം അന്നയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ അവളുടെ ലിവിംഗ് റൂമിൽ തോമസിനെ പിടിക്കാൻ വേണ്ടി പോലീസുകാർ അവളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടല്ലോ, അതിലൊരു പോലീസുകാരൻ തന്റെ തോക്ക് ഇപ്പോൾ ക്ലീൻ ചെയ്യാണ്, എന്നിട്ട് അത് ലോഡ് ചെയ്യുന്നു. അതേസമയം ഈ ഒരു ബങ്കറിനുള്ളിൽ ജെറാൾഡ് അവിടെയുള്ളൊരു തോക്കിൽ ഒരു ബുള്ളറ്റ് ലോഡ് ചെയ്യും. എന്നിട്ട് ആ ഒരു തോക്കെടുത്ത് അലക്സാൻഡ്രോയുടെ കയ്യിൽ കൊടുക്കും. അലക്സാൻഡ്രോ ആ ഒരു തോക്കെടുത്ത് അടുത്ത് നിൽക്കുന്ന സാമുവലിന്റെ നെറുക്കേനെ ചൂണ്ടിയിട്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ഫയർ ആവുന്നില്ല. കാരണം സാമുവലിന് ഭാഗ്യമുണ്ട്. അതേസമയം അന്നയുടെ റൂമിലിരിക്കുന്ന ആ ഒരു പോലീസുകാരൻ തന്റെ തോക്ക് അങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇവിടെ സാമുവല് അവന്റെ തലയിലെ ആ ഒരു തുണി മാറ്റിയിട്ട് അതേ തോക്കെടുത്ത് വീണ്ടും ലോഡ് ചെയ്ത് അലക്സാൻഡ്രോയുടെ നേർക്കേനെ ചൂണ്ടിയിട്ട് തോക്ക് ഫയർ ചെയ്യുമ്പോഴത്തേക്കും അത് ഫയർ ആവുന്നുണ്ട്. അലക്സാൻഡ്രോ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അവന് ഭാഗ്യമില്ല. അതോടൊപ്പം ഇവിടെ അന്നയുടെ മുറിയിലിരിക്കുന്ന ആ ഒരു പോലീസുകാരന്റെ തോക്കും തനിയെ ഫയർ ആവുന്നു. ഇപ്പോൾ ബുള്ളറ്റ് വന്ന് കൊള്ളുന്നതോ
അന്യയുടെ വയറിലേക്കും. കാരണം അവളുടെ ഭാഗ്യം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. കാരണം അവളുടെ ഭാഗ്യം കൂടി വെച്ചിട്ടാണല്ലോ അലക്സാണ്ടർ ആ ഒരു ഗെയിം കളിച്ചത്. ഇപ്പൊ അവളുടെ ഭാഗ്യവും നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവൾക്ക് ഈ ഒരു ബുള്ളറ്റ് കൊണ്ടത്. ഇവിടെ ആ ഒരു ബങ്കറിനുള്ളിൽ കാണിക്കുമ്പോൾ അലക്സാണ്ടറുടെ ബോഡി അവിടെ നിന്ന് വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. സാമുവലാണെങ്കിലോ വീണ്ടും മറ്റൊരാളുടെ ഫോട്ടോ എടുത്ത് ആ ഡ്രോയറിന്റെ ഉള്ളിൽ വെക്കാണ്. ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ ഇത്രയും പേരുടെ ഭാഗ്യമുള്ളത് കൊണ്ടാണ് സാമുവൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്, അവനൊരിക്കലും മരണമില്ലാത്തത്. അങ്ങനെ ആ സീൻ കട്ട് ചെയ്തിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ നമ്മുടെ സാറ ഇപ്പോൾ രക്ഷപ്പെട്ട അന്നയുണ്ടല്ലോ, അവൾ മരിച്ചില്ലായിരുന്നു. അവളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരും. എന്നിട്ട് അവളോട് സംസാരിച്ചിട്ട് തോമസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെയാണ് അന്ന മറ്റൊരു കാര്യം പറയുന്നത്. ആ ഒരു ഫ്ലൈറ്റിൽ അവൾ കയറാതിരിക്കാൻ കാരണം അന്ന് ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് മുന്നേ തോമസ് എന്നോടൊരു കാര്യം പറഞ്ഞു. അവൻ ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നില്ലാന്ന്. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ആ ഒരു ഫ്ലൈറ്റിൽ കയറാഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഒരു വിധത്തില് ഞാൻ തോമസിനോട് അതുകൊണ്ട് നന്ദി കൂടി പറയണം. അവൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനും അതിൽ മരിച്ചേനെ എന്നവൾ പറയുമ്പോൾ തോമസ് കാരണമാണ് അന്ന രക്ഷപ്പെട്ടതെന്നും ഇവർക്കിപ്പോൾ മനസ്സിലായി. അതേസമയം ഇവിടെ നമ്മുടെ ഫെഡറിക്കോയെ കാണിക്കുമ്പോൾ ഫെഡറിക്കോ തന്റെ ഓഫീസിലേക്ക് വന്നിട്ട് തോമസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അവന്റെ ചെക്ക്, ഫോട്ടോ, ഈ കാര്യങ്ങളെല്ലാം അവൻ നശിപ്പിച്ച് കളയാണ്. അപ്പോഴേക്കാണ് കറക്റ്റ് തോമസ് അവിടേക്ക് വന്ന് ഫെഡറിക്കോയെ കണ്ടുപിടിച്ച് അവനെ ഇപ്പോൾ ഒരിടത്തേക്ക് കൊണ്ടുവന്നിട്ട് നല്ലതുപോലെ അടിക്കും. അതുമല്ല അന്നയുടെ ഫോട്ടോ കട്ട് ചെയ്തെടുത്തുകൊണ്ട് പോയതുകൊണ്ടാണ് അന്നയ്ക്കിപ്പോൾ അതുപോലെ ഒരു കാര്യം സംഭവിച്ചത്. ഇതുകൂടി ആവുന്നത് തോമസിന് നല്ല ദേഷ്യം വന്ന് ഫെഡറിക്കോയുടെ കൈയെടുത്ത് ആ ഒരു കാറിന്റെ ഡിക്കിയുടെ ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് വെച്ചിട്ട് ആ ഒരു ഡോർ പിടിച്ച് അടയ്ക്കുന്നതും അവന്റെ കൈ പോയി. എന്നിട്ട് പറയും നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഫെഡറിക്കോ പറയുന്നത് സത്യത്തിൽ ഞാൻ സാമുവലിനെതിരെ ഫൈറ്റ് ചെയ്യുമായിരുന്നു. അവന്റെ അടുത്തേക്ക് നിന്നെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അതുമല്ല സാമുവലിന്റെ അടുത്തേക്ക് പോയ അലക്സാണ്ടറോ അവനും മരിച്ചു. കാരണം വേറെ ഒന്നുമല്ല, സാമുവലാണ് ഭാഗ്യത്തിന്റെ രാജാവ്. അവന്റെ അടുത്ത് ജയിക്കാനായിട്ട് ആരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, അതും കഴിഞ്ഞ 30 വർഷമായിട്ട്. പക്ഷെ എനിക്ക് നിന്നിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ അന്നയുടെ ഭാഗ്യവും സാമുവലിന്റെ കയ്യിലാണെന്ന് പറയുന്നതും ഇത് കേട്ട തോമസ് പറയും ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ അവനോട് കളിക്കാം, അതിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫെഡറിക്കോയും കൂട്ടി ഇവര് രണ്ടുപേരും ഫ്ലൈറ്റില് നേരെ സാമുവലിന്റെ അടുത്തേക്ക് പോവാണ്. ഇതേ സമയം ഈ കാര്യം നമ്മുടെ സാറയുണ്ടല്ലോ അവളും എങ്ങനെ അറിഞ്ഞു ഇവര് രണ്ടുപേരും ഇതുപോലെ സാമുവലിന്റെ അടുത്തേക്ക് പോവാണെന്നുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ തോമസിനെ കാണിക്കുമ്പോൾ തോമസ് അതേപോലെ തന്നെ ആ ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ട് റെഡി ആവുകയാണ് ആ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി. അതിനു മുന്നേ നമ്മുടെ തോമസ് സാമുവലിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവനോട് വെളിയിലിരുന്ന് സംസാരിക്കാണ്. അപ്പോ സാമുവൽ പറയുന്നുണ്ട് ഞാൻ എന്നോടൊപ്പം കളിക്കാൻ വരുന്നവരോട് ഒരിക്കലും എന്റെ കഥകളോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുകയോ ചെയ്യാറില്ല, പക്ഷേ നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ട് കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇവൻ ആ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പില് ഇവർക്ക് സംഭവിച്ച കാര്യത്തെപ്പറ്റി സാമുവല് നമ്മുടെ തോമസിനോട് പറഞ്ഞു കൊടുക്കാണ്. കുട്ടിയായിരിക്കുമ്പോൾ അവന്റെ ഫാമിലിയിലുള്ള അച്ഛൻ, അമ്മ, സഹോദരി, സിബ്ലിങ്സ് ഇവരെല്ലാവരും ഇവരോരോരുത്തരായിട്ട് മരണപ്പെടുമായിരുന്നു. ഞാൻ മാത്രം എൻ്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇങ്ങനെ ഞാൻ എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതുകൊണ്ട് ആ ഒരു കുറ്റബോധം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കാരണം മറ്റുള്ളവരുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ രക്ഷപ്പെട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഇത്രയും കഥകൾ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ തോമസിനെയും കൊണ്ട് ആ ഒരു ഗെയിം കളിക്കുന്ന മുറിയുണ്ടല്ലോ അതിനകത്തേക്ക് സാമുവൽ കൊണ്ടുവരാണ്. ഇതേ സമയം എയർപോർട്ടിൽ ഇറങ്ങിയ നമ്മുടെ സാറയും അവളുടെ അസിസ്റ്റന്റും ഇവർ രണ്ടുപേരും ഈ ഒരു ക്യാസിനോ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് നേരെ അവിടേക്ക് വരുന്നു. എന്നിട്ട് ആ ഒരു ക്യാസിനോയുടെ അകത്തേക്ക് കയറി ഇവർ ഈ ഒരു ഗെയിം നടത്തുന്ന ആ ഒരു മുറിയുണ്ടല്ലോ അത് കണ്ടുപിടിച്ച സാറ പെട്ടെന്ന് തന്നെ ആ ഒരു മുറിയുടെ വെളിയിലേക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അകത്തേക്ക് മാത്രം കയറണം. ഇപ്പൊ അകത്ത് കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഈ ഗെയിം കളിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കാണ്. സാമുവല് തോമസിന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള അന്നയുടെ ഭാഗ്യം വെച്ചിട്ടാണ് കളിക്കാൻ പോകുന്നത്. തോമസ് ആണെങ്കിലോ ഫെഡറിക്കിന്റെ ഭാഗ്യം വെച്ചിട്ട്. അങ്ങനെ ആ ഒരു തോക്ക് ലോഡ് ചെയ്തിട്ട് തോമസിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും തോമസ് ആ ഒരു തോക്കെടുത്ത് സാമുവലിനെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ സാമുവൽ മരിക്കുന്നില്ല. കാരണം അവൻ ഇപ്പോഴും ആ ഒരു ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് അവൻ മരിക്കാത്തത്. അത് കഴിഞ്ഞ് സാമുവൽ ആ ഒരു തോക്ക് വാങ്ങി അത് പിന്നെ ലോഡ് ചെയ്ത് അങ്ങനെ തോമസിനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും കറക്റ്റ് സമയത്ത് നമ്മുടെ സാറ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നു. അപ്പൊ സാമുവൽ തന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു തോക്ക് സാരയുടെ നേർക്ക് ചൂണ്ടിയിട്ട് അവളെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും അത് ഫയർ ആവുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തോമസിന് ഇപ്പോഴും ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു തോക്ക് ഫയർ ആവാത്തത്. ഇത് മനസ്സിലാക്കുന്നത് സാമുവൽ പെട്ടെന്ന് ചിരിക്കുന്നു. ഇപ്പൊ പെട്ടെന്ന് നമ്മുടെ ഫെഡറിക്കോ ആ റൂമിന്റെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യുന്നതും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യും. സാറ, ജെറാൾഡ്, സാമുവല് 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നതും കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ലൈറ്റ് ഫെഡറിക്കോ ഓൺ ചെയ്യുന്നതും ഈ മുറിയിൽ ജീവനോടെയുള്ള 2 പേര് നമ്മുടെ തോമസും ഫെഡറിക്കോയും മാത്രമാണ്. ഇപ്പോൾ ഫെഡറിക്കോ വന്ന് സാമുവലിന്റെ കണ്ണം കടയ്ക്കുന്നു. അപ്പോൾ തോമസ് സാറയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവള് മരിക്കുന്നതിന് മുന്നേ അവളുടെ ഭർത്താവിനോടൊപ്പം ആ കാറിൽ യാത്ര ചെയ്യുമ്പോൾ തന്റെ ഭർത്താവിനോട് തനിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവളും അവളുടെ കുടുംബവും രക്ഷപ്പെട്ടാനെ എന്നുള്ളൊരു കാര്യം അവൾ ആലോചിച്ച് നോക്കിയിട്ട് അതേ കാര്യം തോമസിനോട് പറഞ്ഞ് അവളും അവിടെ വെച്ച് മരിക്കുകയാണ്.
ഇപ്പോൾ തോമസ് തന്റെ കാമുകിയുടെ ഫോട്ടോ എടുത്തിട്ട് ഫെഡറിക്കോയോട് പറയും, ഞാൻ ഇവിടെ നിന്ന് പോവാണ്, ഇനി എനിക്ക് മറ്റുള്ളവരുടെ ഭാഗ്യം വെച്ച് കളിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അവനും ഈ ഒരു കാസിനോ വിട്ട് വെളിയിലേക്ക് പോകുന്നതും നമ്മുടെ ഫെഡറിക്കോ സാറയുടെ കൂടെയുള്ള ആ ഒരു അസിസ്റ്റന്റ് ഉണ്ടല്ലോ, അവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ആ ഒരു ചെയറിൽ സിഗരറ്റും വലിച്ച് അങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പോൾ വെളിയിലേക്ക് വന്ന തോമസ് ആണെങ്കിലോ തന്റെ കാമുകിയുടെ ചിത്രം അവിടെ വെച്ച് കത്തിച്ചു കളഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതും ഒരുപക്ഷെ അവന്റെ കാമുകിയുടെ അടുത്തേക്ക് തന്നെയായിരിക്കും അവൻ പോകുന്നത്. അതോടെ ഇൻടാക്റ്റോ എന്ന് പറഞ്ഞൊരു സ്പാനിഷ് മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ഭാഗ്യം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ചില മനുഷ്യരും അവരെ വെച്ച് സമ്പാദിക്കുന്ന മറ്റു ചില മനുഷ്യർ, ഇതിന്റെ അവസാനം എന്തായി എന്നാണ് ഈ ഒരു മൂവിയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ലക്കി ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റോ വേറെ എന്തെങ്കിലും വലിയൊരു കാര്യമോ, ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളും അത് നിങ്ങളുടെ ഭാഗ്യം കൊണ്ടാണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്തേക്കാം. അപ്പോൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ മറക്കാതെ എല്ലാവരും കമന്റ് ചെയ്തേക്കാം. ഇതുപോലെ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.